മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മിനി ജോബ് ചെയ്യാൻ പറ്റുമെന്ന് കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് മിനി ജോബ് കണ്ടെത്തിയത്, അതുപോലെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഞാൻ മിനി ജോബ് സെർച്ച് ചെയ്തതും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഹൗസ് ബിൽഡിംഗ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിനി ജോബിൽ നമുക്ക് അത്രയും ഏൺ ചെയ്യാനൊന്നും പറ്റില്ല. അതായത് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു 4 മാസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിനി ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റി. പല പല പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് മിനി ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ബിൽഡിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ നമുക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉണ്ടാവും. അത് ഓഫ് ഡേ എന്ന് പറയുന്നത് ശനി ഞായറും ആണ്. അപ്പൊ നമുക്ക് മിനി ജോബും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലർ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉള്ളതിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. 25 റൂൾ പ്രകാരം നമുക്ക് 556 യൂറോ വരെ മിനി ജോബ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. അതിപ്പോ അതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ക്ലാസും കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരും. പിന്നീട് അത് കുറെ കോംപ്ലിക്കേഷനിലേക്ക് പോകും. അത് ഞാൻ ട്രൈ ചെയ്തത് ഇൻഡീഡ് എന്ന് പറഞ്ഞ ആപ്പാണ്. ഇൻഡീഡിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടു. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ജോബ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പിന്നീട് നമുക്ക് ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് മെയിലും കാര്യങ്ങളൊക്കെ വരും. നമുക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു അഡ്വർടൈസ്മെന്റിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നില്ല. പിന്നെ സ്റ്റെപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടു. ഇന്ത്യയിൽ നിന്നും സ്റ്റെപ്പ് സ്റ്റോണിൽ നിന്നൊക്കെ നമുക്ക് കുറെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അയക്കാനുള്ള മെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇന്ത്യയിൽ കിട്ടുന്നുണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം അങ്ങനെയായിരുന്നു. ഞങ്ങൾ അയച്ചുകൊണ്ടിരുന്ന ടൈം വിന്റർ ടൈം ആയിരുന്നു. വിന്ററിൽ ഇവിടെ മിനി ജോബ് അതുപോലെ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിസംബർ സമയമൊക്കെ ആയിരുന്നു മിനി ജോബ് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോ കാര്യമായിട്ട് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചു. കുറെ ഷോപ്സിലും കാര്യങ്ങളും നമ്മൾ പോയി ചോദിച്ചു. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിന്ററിൽ കിട്ടണ്ടായില്ല. ജോബ്സും കാര്യങ്ങളും ഇല്ല എന്നാണ് മിക്കവരും തന്നെ പറഞ്ഞത്. സമ്മർ ആകുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് അന്വേഷിച്ച് നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. മിനി ജോബ് കിട്ടാൻ സാധിച്ച ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈനാൻസിക തന്നെയാണ്. അതിൽ മിനി ജോബ് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഉള്ള ലൊക്കേഷനിലുള്ള കാര്യങ്ങൾ അടുത്തുള്ള ജോബും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ കുറച്ച് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്ത് ഒരുപാട് ജോബ്സിന് റിപ്ലൈ കൊടുത്തു. അപ്പൊ പിന്നെ ഏതെങ്കിലും വിളിക്കും എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. അങ്ങനെ ചിലതൊക്കെ റിപ്ലൈ കിട്ടിയെങ്കിലും നമുക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതായത് ചിലപ്പോൾ ബസ് ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് ദൂരം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ തടസ്സമായിട്ട് നമുക്ക് ഇവിടെ മിനി ജോബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് റെസ്പോൺസ് കിട്ടിയെന്ന് പറയുന്നത് ക്ലൈനാൻസികയിൽ നിന്നാണ്. അതൊക്കെ സെറ്റായി. അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് വർക്ക് വരുന്നത്. അതായത് ശനിയാഴ്ച മാത്രമാണ് ഇപ്പോ വർക്കുള്ളൂ. അതായത് സൂപ്പർ മാർക്കറ്റിലാണ്, കൗഫ്ലൻഡ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാണ് ഇപ്പോൾ മിനി ജോബ് ചെയ്യുന്നത്. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ മിനി ജോബ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പനിയുടെ പെർമിഷൻ കൂടെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് മിനി ജോബ് അപ്ലൈ ചെയ്ത് അവർ വിളിച്ച് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എവിടെയാണ് മിനി ജോബ് അപ്ലൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ടെർമിൻ തന്ന് നമുക്ക് ഇന്റർവ്യൂ നടത്തും. അത് വലിയ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ അവര് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്പനീനെ അറിയിക്കണം. അത് തന്നെ കമ്പനിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മിനി ജോബ് സെർച്ച് ചെയ്തോട്ടെ എന്നൊക്കെ. അതിന്റെ പെർമിഷൻ കൊണ്ട് തന്നെയാണ് നമ്മൾ മിനി ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത്. എന്നിട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് അയച്ചു കൊടുത്തു. കമ്പനി അതൊന്ന് ചെക്ക് ചെയ്ത് നമ്മളെ പഠിത്തത്തിനും കാര്യങ്ങളും ബാധിക്കില്ല, അങ്ങനെ ഒരു പേപ്പർ കമ്പനി പഠിത്തത്തിനൊന്നും ബാധിക്കില്ല എന്നുള്ള കമ്പനിയുടെ ഒരു പേപ്പർ വരും. നമ്മുടെ എന്ത് കാര്യത്തിനും കമ്പനീനെ അറിയിക്കേണ്ടി വരും. കാരണം നമ്മുടെ വിസ അങ്ങനെയാണ്, കമ്പനി വഴിയാണ് നമുക്ക് വിസ കിട്ടിയേക്കുന്നത്. അപ്പൊ അതിൽ അവരെ അറിയിക്കാണ്ട് നമുക്ക് വേറൊരു പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റില്ല. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് നമുക്ക് കുറെ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പഠിത്തത്തെ ബാധിക്കുന്ന എന്ത് തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ ഉഴപ്പി പോവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവര് ചിലപ്പോൾ മിനി ജോബ് ചെയ്യേണ്ടെന്നൊക്കെ പറയും. അത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും വർക്ക് നമ്മുടെ സ്റ്റഡീസിനെ അഫക്ട് ചെയ്തത്. അപ്പൊ മിനി ജോബ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് പിന്നെയും പറ്റും. എല്ലാ ദിവസവും വർക്കുള്ളതൊക്കെയാണ് നമുക്ക് പിന്നെയും ക്ലാസ് കഴിഞ്ഞ് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനി ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ക്ലൈനൻസിൽ കണ്ട് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യണത് ഒന്നെങ്കിൽ കോൾ വഴിയായിരിക്കും അല്ലെങ്കിൽ മെയിലായിരിക്കും. മിക്കപ്പോഴും തന്നെ ഒരു കോളാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ പിന്നീട് നമുക്ക് ടെർമിനും കാര്യങ്ങളൊക്കെ തരുള്ളൂ. ക്ലൈനൻസിൽ നമുക്കിപ്പോൾ ജർമ്മൻ ആവശ്യമുള്ള ജോബ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ജർമ്മൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത ജോബ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതെനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആപ്പായിട്ട് തോന്നി. പിന്നെ ഇന്ത്യയുടെ ലിങ്ക്ഡിനൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെന്റ് ജോബ് എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ക്ലൈനൻസിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ 2 മാസത്തിനുള്ളിൽ മിനി ജോബും കാര്യങ്ങളൊക്കെ സെറ്റായി. 2025 റൂൾ പ്രകാരം നമുക്ക് മിനി ജോബ് ചെയ്ത് ഒരു മാസത്തിൽ 556 യൂറോ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ വേജ് എന്ന് പറയുകയാണെങ്കിൽ 12.82 സംതിങ് യൂറോ ആണ്.
അതിപ്പോ ഓരോ കമ്പനീസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ ചിലപ്പോൾ കുറഞ്ഞൊക്കെ പോവാം. അതുപോലെ അവിടെ സിറ്റിയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി €556 വരെ നമ്മൾ വർക്ക് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ജോബ്സ് കാര്യങ്ങളും അതിന് താഴെ ആയിരിക്കാം. അതിലും ഒരിക്കലും അതിന് മുകളിലേക്ക് കൂടി പോകാണ്ടിരുന്നാൽ മതി. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ക്ലാസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗിൽ നമുക്ക് മിനി ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അതുപോലെ എന്റെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അതായത് നമ്മുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിനി ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു ഇത്. അതായത് വരുമ്പോൾ തന്നെ നമ്മൾ മിനി ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ഇറങ്ങാണ്ട് സ്റ്റഡീസിനെ ബാധിക്കുമെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കമ്പനീനെ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മൾ മിനി ജോബും കാര്യങ്ങളും സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലൈനൻസിക്ക് ഒന്ന് നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. ക്ലൈനൻസിയിൽ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിപ്പോൾ വിന്റർ ആയിരിക്കുമ്പോഴും അത് കുറെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വിന്റർ ടൈമിൽ ഡിസംബർ സമയത്തൊക്കെ വളരെ കുറവാണ് ജോബ്സും കാര്യങ്ങളും. അത് ജനുവരി ഒക്കെ ആകുമ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെയും ചാൻസസ് ഉണ്ട്. ബിൽഡിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിനി ജോബ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ സിറ്റി രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഓപ്പൺ ഹാൾ സ്ട്രീറ്റിൽ അതായത് ഇവിടുത്തെ RP കാർഡ് ആവശ്യമായിരിക്കും. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ സ്റ്റോയർ ID, റെന്റ് ആൻഡ് ഫെസിഷറിങ്, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഞാൻ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.